ഇതൊക്കെ ഉള്ളത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഈ രാജ്യത്ത് ഭരണം നടത്തിയിരുന്ന എല്ലാവരും എല്ലാ ജാതിക്കാരുടെയും എല്ലാ മതക്കാരുടെയും അവകാശങ്ങളൊക്കെ എഴുതി വെച്ചുകൊണ്ട് നിയമമുണ്ടാക്കിയത്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14, 15, 16, 17 മാത്രമല്ല, ആർട്ടിക്കിൾ 25 വരുമ്പോൾ അതാ ഫ്രീഡം ഓഫ് ഫെയ്ത്തും അതുപോലെ തന്നെ ഫ്രീഡം ഓഫ് റിലീജിയനും എല്ലാം അടങ്ങുന്ന രീതിയിൽ ഈ രാജ്യത്ത് എല്ലാ മതക്കാർക്കും മതം ഇല്ലാത്തവർക്കും ഈശ്വരൻ ഉണ്ട് എന്ന് വാദിക്കുന്നവർക്കും ഈശ്വരൻ ഇല്ല എന്ന് പറയുന്നവർക്കുമൊക്കെ ഒരേ രീതിയിൽ സ്വാതന്ത്ര്യം നൽകുന്ന ആർട്ടിക്കിൾ 25 എങ്കിൽ ആർട്ടിക്കിൾ 26 ആർട്ടിക്കിൾ 29 ഒക്കെ വായിക്കുമ്പോൾ ആർട്ടിക്കിൾ 26 29 എല്ലാം ഒന്ന് വായിച്ചു നോക്കൂ. ഈ വ്യത്യസ്ത ജാതിക്കാർക്കും മതക്കാർക്കും ന്യൂനപക്ഷങ്ങൾക്കുമൊക്കെ അവരുടേതായ സ്ഥാപനങ്ങൾ ഉണ്ടാക്കാൻ, അതുപോലെ തന്നെ സ്വത്ത് സമ്പാദിക്കാൻ, ആ സ്വത്ത് കൈകാര്യം ചെയ്യാൻ, ആ സ്വത്ത് മറ്റാർക്കെങ്കിലും കൊടുക്കാൻ ഇതിനൊക്കെ അവകാശമുണ്ട് എന്നാണ് നമ്മുടെ പാർട്ട് 3 ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്ന ഭരണഘടനയുടെ 3-ാം ഭാഗം അഥവാ നമ്മുടെ മൗലികാവകാശങ്ങളിൽ പറയുന്നത് എങ്കിൽ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളുടെ മുന്നിൽ ഈ കാണിക്കുന്ന പുതിയ വഖഫ് അമെൻമെന്റ് ആക്ട് 2025 എന്ന് പറയുന്ന നിയമം ഈ മുസ്ലിമീങ്ങൾക്കുള്ള മൗലികാവകാശം ഹനിക്കുന്നതാണ്. ഭരണഘടനാ വിരുദ്ധമാണ്. കോടതിയുടെ മുന്നിൽ ഇത് ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ജസ്റ്റിസ് ഖന്ന 13-ാം തീയതി അദ്ദേഹത്തിന്റെ കാലാവധി തീരുന്നത് ആയതിനാൽ അദ്ദേഹം ഇന്നലേക്ക് പോസ്റ്റ് ചെയ്തിരുന്നു എങ്കിലും അദ്ദേഹം ഇന്നലെ സുപ്രീം കോടതിയിൽ കൂടിയ വക്കീലന്മാരോട് അദ്ദേഹം ഉള്ളു തുറന്ന് പറഞ്ഞു, ഞാൻ ഈ കേസ് കേട്ടാൽ പോലും എനിക്കിതില് ഒരു ഇന്ററിം ഓർഡർ പോലും പറയാൻ കഴിയില്ല. കാരണം അത്ര വിശാലമായ വിഷയങ്ങളാണ് എന്റെ മുന്നിലെത്തിയിരിക്കുന്നത്. 13-ാം തീയതി കാലാവധി തീരുന്ന ഞാൻ അല്പം എന്തെങ്കിലും കേട്ട് വിധി പറഞ്ഞാൽ ശരിയാവുകയില്ല. അതുകൊണ്ട് തന്നെ അടുത്ത് ആ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസായി വരുന്ന മാന്യ ജഡ്ജിയും അതുപോലെ അദ്ദേഹം രൂപീകരിക്കുന്ന ബെഞ്ചും 15-ാം തീയതി മുതൽ ഈ കേസ് കേൾക്കും എന്ന് പറഞ്ഞുകൊണ്ട് വഖഫ് കേസ് മെയ് 15-ാം തീയതിയിലേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്.